നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രതിരോധ ഗവേഷണ ചരിത്രത്തിൽ വിപ്ലവാത്മകമായ ഒരു മാറ്റത്തിന് വഴിതെളിച്ചുകൊണ്ട് കരസേനയുടെ വിശ്വസ്ത പോരാളിയായ പിനാക്ക റോക്കറ്റ് സിസ്റ്റം ഇനി ആകാശത്തു നിന്നും ശത്രുവിനെ തകർക്കുവാൻ ഒരുങ്ങുന്നു. DRDO വികസിപ്പിച്ചെടുത്ത ഈ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ കരസേനയുടെ യുദ്ധക്കളത്തിലെ കരുത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ പിനാക്കയെ ഒരു വ്യോമ ഉപരിതല ആയുധമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് DRDO. കരയിൽ നിന്ന് ആകാശത്തേക്ക് എന്നതിൽ നിന്നും മാറി ആകാശത്തു നിന്നും ഭൂമിയിലെ ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയോടെ തൊടുക്കാവുന്ന ഒരു മിസൈലായി പിനാക രൂപം മാറുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് അടയാളപ്പെടുത്തുന്നത്. വ്യോമസേനയുടെ പോർ വിമാനങ്ങളിൽ ഘടിപ്പിക്കുവാൻ പാകത്തിലുള്ള പുതിയ പതിപ്പ് കരസേന ഉപയോഗിക്കുന്ന റോക്കറ്റുകളുടെ കേവലം ഒരു പകർപ്പല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. യുദ്ധവിമാനങ്ങളുടെ വേഗതയും വായുഗതികമായ പ്രത്യേകതകളും കണക്കിലെടുത്ത് പൂർണ്ണമായും മാറ്റം വരുത്തിയ രൂപഘടനയായിരിക്കും ഇതിനുണ്ടാവുക. പോർ വിമാനങ്ങളുടെ ചിറകുകൾക്ക് കീഴിൽ സുരക്ഷിതമായി വഹിക്കത്തക്ക രീതിയിൽ ഏകദേശം 4.8 മീറ്റർ നീളമുള്ള ചെറിയ പതിപ്പായിരിക്കും ഇത്. കരയിൽ നിന്ന് തൊടുക്കുമ്പോൾ റോക്കറ്റ് ഗുരുത്വാകർഷണത്തെ നേരിട്ട് മുകളിലേക്ക് ഉയരേണ്ടതുണ്ട്. എന്നാൽ ആകാശത്ത് നിന്ന് തൊടുക്കുമ്പോൾ വിമാനത്തിന്റെ വേഗതയും ഉയരവും റോക്കറ്റിന് ലഭിക്കുന്നതിനാൽ ഇതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലും മാറ്റങ്ങൾ വരുത്തും. ഉയർന്ന ഉയരത്തിലെ മർദ്ദ വ്യതിയാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന നോസിലുകൾ ഇതിനായി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ പുതിയ പതിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഗ്ലൈഡിംഗ് ശേഷിയാണ്. വിമാനത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ എൻജിൻ പ്രവർത്തനം നിർത്തിയാലും അന്തരീക്ഷത്തിലൂടെ അതിവേഗത്തിൽ തെന്നി നീങ്ങുവാൻ ഈ റോക്കറ്റിന് സാധിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ റോക്കറ്റിന്റെ ദിശ നിയന്ത്രിക്കുവാൻ മുൻഭാഗത്തുള്ള ചെറിയ ചിറകുകൾ സഹായിക്കും. GPS, ഇനേർഷ്യൽ നാവിഗേഷൻ ഡാറ്റ എന്നിവയുടെ സഹായത്തോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി സഞ്ചരിക്കുവാൻ ഈ സംവിധാനം പിനാക്കയെ പ്രാപ്തമാക്കും. അതായത് കേവലം ഒരു റോക്കറ്റ് എന്നതിലുപരി ഒരു ഗൈഡഡ് മിസൈലിന്റെ കൃത്യതയോടെ ശത്രുതാവളങ്ങൾ തകർക്കുവാൻ ഇതിന് സാധിക്കും. കുറഞ്ഞ ചെലവിൽ വികസിപ്പിക്കാവുന്ന ഇത്തരം പ്രിസിഷൻ സ്ട്രൈക്ക് ആയുധങ്ങൾ വ്യോമസേനയുടെ ആക്രമണ ശേഷി വർദ്ധിപ്പിക്കും. സാധാരണയായി ഉപയോഗിക്കുന്ന ചെലവേറിയ ഗൈഡഡ് ബോംബുകൾക്കും ക്രൂയിസ് മിസൈലുകൾക്കും ഇടയിലുള്ള ഒരു മധ്യവർത്തി ആയുധമായി പിനാക മാറും. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്ന് തന്നെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തുവാൻ ഇത് വിമാനങ്ങളെ സഹായിക്കും. നിലവിലുള്ള സാങ്കേതിക വിദ്യ തന്നെ ചെറിയ മാറ്റങ്ങളോട് പ്രയോജനപ്പെടുത്തുന്നതിനാൽ ഇതിന്റെ വികസനത്തിനുള്ള സമയവും ചിലവും ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്കും സാങ്കേതിക വളർച്ചയ്ക്കും നൽകുന്ന കരുത്ത് ചെറുതല്ല. കരസേനയുടെ ഭാഗമായിരുന്ന പിനാക്കയുടെ ഈ ആകാശ പരിണാമം ഇന്ത്യയുടെ ആയുധ നിർമ്മാണ മേഖലയിൽ ഒരു പുതിയ യുഗത്തിന് തന്നെ തുടക്കമിടുകയാണ്. ഒരേ സാങ്കേതിക വിദ്യ തന്നെ കരയിലും വായുവിലും വ്യത്യസ്ത രൂപങ്ങളിൽ പ്രയോഗിക്കുവാൻ കഴിയുന്നത് DRDOയുടെ വിജയമായി കരുതപ്പെടുന്നു. ഈ പദ്ധതി വിജയകരമാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധപ്പുരയിൽ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനികമായ ഒരു സ്മാർട്ട് ആയുധം കൂടി ഇടം പിടിക്കും. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പടർന്ന പിനാകയുടെ പെരുമ ഇനി വാനിൽ നിന്ന് ഭൂമിയിലെ ശത്രുക്കളെ ദഹിപ്പിക്കാൻ പോകുന്ന ഒന്നായി മാറുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.